മലപ്പുറം കരുവാരക്കുണ്ടിൽ ഒരു കടുവയെ നേരിട്ട് കണ്ടു എന്ന് കരുതിയാണ് ഒരു പഴയ ദൃശ്യം ഒരാൾ പ്രചരിപ്പിച്ചത്. അയാൾക്കെതിരെ ഇപ്പോൾ വനംവകുപ്പ് കേസെടുത്തിരിക്കുകയാണ്. യുവാവ് പറഞ്ഞത് കളവാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. അത് ഫേക്ക്. മിക്ക ടെലിവിഷൻ ചാനലുകളും ഈ വാർത്ത സംപ്രേഷണം ചെയ്തു. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. കടുവയുടെ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് മനോഹരമാക്കിയായിട്ടാണ് ദൃശ്യമാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഒരു ചെറുപ്പക്കാരൻ പറ്റിച്ചത്. ഇനി ഒരിക്കലും ഞങ്ങൾ ഈ പണി ചെയ്യത്തില്ല. പിന്നെ ജീവിക്കാൻ എന്ത് ചെയ്യും? ഈ കരുവാരക്കുണ്ടിലെ മണിക്കനാമ്പറവിൽ ജെറിനാണ് ഈ പറ്റിക്കാൻ മിടുക്ക് കാണിച്ചത്. ഒരു കയ്യബദ്ധം. ഇയാൾക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. എങ്ങനെയാണ് ഈ പഴയ ഒരു ദൃശ്യം എടുത്ത് എഡിറ്റ് ചെയ്ത് ഈ നമ്മൾ ഉൾപ്പെടെയുള്ള TV ചാനലുകളെ അയാൾ കൃത്യമായി പറ്റിച്ചു കളഞ്ഞത്? ക്ഷുദ്രജീവി, നാട് മുഴുവൻ ഇറങ്ങി മനുഷ്യനെ പറ്റിച്ച് ജീവിക്കാതെ ഇറങ്ങി പോടാ തെണ്ടി. പറ്റിയാണോ? ഏതോ തുടർ നാടകമാണ്. നിങ്ങൾ കണ്ട് നിങ്ങളത് മാറിപ്പോയെന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ടല്ലോ, അത് നിങ്ങൾ എടുത്തതാണോ അതോ വല്ലയിടത്തുള്ള സാധനം എഡിറ്റ് ചെയ്ത് കൊടുത്താണോ? എഡിറ്റ് ചെയ്ത് കൊടുത്താണോ? അല്ലേ? ഞങ്ങൾ പോലീസിൽ കേസ് കൊടുക്കുന്നുണ്ട്. ആൾക്കാരെ വിശ്വസിപ്പിക്കണം. അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? അതിലൊരു ബുദ്ധിമുട്ടും ഇല്ല. അത് വിശ്വസിപ്പിക്കുന്ന കാര്യം ഞാൻ അതങ്ങനെ ചോദിക്കുന്നത്. നിങ്ങൾ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ അല്ല, നിങ്ങൾ അവിടെ കടുവേനെ കണ്ടിട്ടില്ല അല്ലേ? കടുവയുണ്ട് എവിടെ? നീ വ്യക്തമായി കണ്ടോ? കണ്ടോന്നോ? വ്യക്തമായി തന്നെ ഞാൻ ഇല്ല, നിങ്ങൾ ഇത് ചെയ്തില്ല. പക്ഷെ ഇന്ന് പേപ്പറിൽ വന്ന ന്യൂസ് അല്ല, അല്ലല്ലോ. This is my entertainment.